സഭാ തർക്കം പരിഹരിക്കുമെന്ന് സർക്കാർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമെന്ന് ചീഫ് സെക്രട്ടറി. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികളിലെ കേസിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഒരു പരിഹാരവും അല്ലാതെ പൂർണ്ണമായൊരു പ്രശ്ന പരിഹാരമില്ലാതെ നീണ്ടുപോകുന്ന പ്രശ്നമാണ് ഈ സഭാ തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ്, എങ്ങനെ ചർച്ച നടത്തുമെന്നുള്ള കാര്യമാണ് ചീഫ് സെക്രട്ടറി അറിയിക്കുന്നത്. ഏത് രീതിയിലാണ് സർക്കാർ ഇടപെടൽ ഉണ്ടാവുക? പക്ഷേ ഇരു സഭകളും തമ്മിലുള്ള തർക്കം, അതായത് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏതാണ്ട് ഒരു 25 വർഷത്തിലേറെയായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ, നേതാക്കൾ എല്ലാം തന്നെ ഇരു സഭകളും തമ്മിലുള്ള ചർച്ചകൾക്കൊക്കെ നേതൃത്വമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഇത് പരിഹരിക്കാൻ കഴിയാതെ ഇപ്പോഴും തുടരുകയാണ്. അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല ഓർത്തഡോക്സ് യാക്കോബായ തർക്കം. അതിൽ സർക്കാർ ഇപ്പോൾ നേരിട്ട് ഇറങ്ങുന്നു. നേരത്തെയും സർക്കാർ തലങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, മുഖ്യമന്ത്രിമാർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു. VD സതീശൻ ഇക്കാര്യത്തിൽ ഒരു ശ്രമം കൂടി നോക്കുന്നു എന്നതാണ്. അദ്ദേഹം നേരിട്ട് ചർച്ചകൾക്ക് നേതൃത്വം നൽകും എന്നതാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഓർത്തഡോക്സ് സഭാസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി ഈ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പ്രാഥമികമായ ചില കൂടിയാലോചനകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യാക്കോബായ സഭ മേലധ്യക്ഷൻ വിദേശത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സഭയുമായി കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇരു സഭാ നേതൃത്വവുമായി, അതായത് ഇരു സഭകളുടെയും തലവന്മാരുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്താനാണ് ആലോചിക്കുന്നത്. ഇരു സഭകളും തമ്മിലുള്ള തർക്കം വളരെ വേദനയുണ്ടാക്കുന്നതാണ്. പൊതുസമൂഹത്തിനും അത് വളരെ വേദനയുള്ള കാര്യമാണ് എന്നാണ് ചീഫ് സെക്രട്ടറി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 6 പള്ളികളുടെ തർക്കം സംബന്ധിച്ച കേസുകളാണ് ഹൈക്കോടതിയിലുള്ളത്. അതിലാണ് ഒരു സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് പിറവത്തെ ഒരു പള്ളിക്കകത്ത് വലിയ തർക്കത്തിലേക്ക് പോവുകയും സംഘർഷത്തിലേക്ക് പോവുകയൊക്കെ ചെയ്ത ദൃശ്യങ്ങൾ, അൽത്താരയിൽക്ക് മുന്നിൽ വരെ തർക്കം നിലനിൽക്കുകയും സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നൊരു ദിവസം കൂടിയാണിത്. അന്നാണ് സർക്കാരിന്റെ നിലപാട് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകുന്നത്. ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ പതിറ്റാണ്ടുകൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ സഭാ തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇരു സഭകളും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിനായി പല ഇടപെടലുകൾ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ പൂർണ്ണ അർത്ഥത്തിൽ പരിഹാരമായി മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അതാണിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകും. സർക്കാർ ഇടപെടും എന്നുള്ള വിവരമായി വരുന്നത്.